إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള നണ്ടോ പിരിസത്തരെ മുഅ്മിനുകളായിട്ടിക്കരെ മുഅ്മിനാത്തുകളായിട്ടിക്കരെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ആലമീനെ കാത്തു സൂക്ഷിച്ച് അവൻ്റെ നിയമാവലികൾ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായ അവസ്ഥയിൽ തന്നെ ഈ ലോകത്തോട് യാത്ര ചൊല്ലണകോ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണം. അല്ലാഹുവോടതുകായി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി ഉത്ബോധിപ്പിക്കരെ, വസിയത്ത് ചെയ്യരെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബർക്കത്താക്കപ്പെട്ട മാസം, പുണ്യത്തിൻ്റെ വസന്തകാലം, പുണ്യത്തിൻ്റെ പൂക്കാലം എന്നൊക്കെ വിളിക്കപ്പെടുരെ അനുഗ്രഹീതമായ മാസത്തിൻ്റെ ഒന്നാമത്തെ ജുമഅയിലാണ് നാം ഇവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും
ഈ അനുഗ്രഹീതമായ മാസങ്ങളിൽ സത്യവിശ്വാസികളും വിശ്വാസിനികളും നോമ്പ് നോറ്റും രാത്രി നിന്ന് നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും വിവിധങ്ങളായ ഇബാദത്തുകൾ കൊണ്ട് ഈ മാസത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? എല്ലാവർക്കും ഉള്ളത് ഒരേ ഒരു ലക്ഷ്യമായിട്ടിക്കറ്. അത് നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗം കരഗതമാക്കണം. നരകത്തിൽ പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കാർക്കും ഉണ്ടാകാനും പാടുള്ളതല്ല. സ്വർഗത്തിൽ പ്രവേശിക്കണം. സ്വർഗം ആർക്കാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ആർക്കാണ് എന്ന് പരാമർശിച്ച കാര്യങ്ങൾ അത് നാം പരിശോധിച്ചാൽ, അതേപോലെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ആർക്കാണ് എന്ന് വിശദീകരിച്ച കാര്യങ്ങൾ നാം പരിശോധിച്ചാൽ, ആ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവർക്ക് ഉണ്ടാകേണ്ടതായിട്ടിക്കരെ ഗുണങ്ങൾ അവിടെയെല്ലാം എടുത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ വിവിധയിടങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ പരാമർശിക്കരുത്. ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറു സൂറത്തു ആലി ഇംറാനിൽ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ. ഒരു ചോദ്യരൂപത്തിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ആലി ഇംറാൻ 142 ആയത്തായിട്ടിക്കറ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കാറാ? ഒരു ആയാസവുമില്ലാണ്ട് നിരായാസമായിട്ട് സ്വർഗത്തിൽ അങ്ങ് കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കാറാ? അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ജിഹാദ് നടത്തിരങ്ങോ ആരെയിട്ട് അല്ലാഹു തആല ഗുരുത്തിസാണ്ട് തിരിച്ചറിയാണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കാറാ? വയഅലമ സ്വാബിരീൻ, അതേപോലെ തന്നെ സബൂറുള്ള സഹനയുള്ള ആളുമാർ ആരാണ് എന്നിട്ട് അല്ലാഹു തആല തിരിച്ചറിയാണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് വിചാരിക്കാറാ? ഫസ്റ്റ് അല്ലാഹു തആല ചൊല്ലുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ജിഹാദ് ചെയ്യരുത്. ജിഹാദ് ഇട്ട് ചൊന്നെങ്കിൽ എല്ലാവിധ ത്യാഗ പരിശ്രമങ്ങൾക്കും ചൊല്ലുര പൊതുവായിട്ടിക്കര വ്യാപകമായ ഒരു പദമാണ് ജിഹാദ് ഇട്ട് ചൊന്നെങ്കിൽ. ധർമ്മ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം, പോരാട്ടം, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. കിതാലുണ്ടത് അറബിയിൽ, അതിൽ ഖുർആനിൽ ചൊല്ലുറു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യണക്ക് തയ്യാറുള്ളവർ ആരാണ് എന്ന് അല്ലാഹു തആല പരീക്ഷിക്കരുത്. ആ പരീക്ഷയിൽ വിജയം വരിക്കണം. അപ്പോൾ മാത്രമാണ് സ്വർഗം. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമയുള്ളവർ ആരാണ്, അതും അല്ലാഹു തആല പരീക്ഷിക്കരുത്. ആ പരീക്ഷയിൽ വിജയിക്കണം. അപ്പോഴാണ് സ്വർഗം. ഇത് രണ്ടും ഇവിടെ അല്ലാഹു തആല ചൊന്ന ഇത് രണ്ടും ആവശ്യമുള്ള, നന്നായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മാസമായിട്ടിക്കറ് റമളാനിട്ട് ചൊല്ലുന്നത്. അങ്ങനെ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യണക്ക് ആര് തയ്യാറുള്ളാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കറ്. അങ്ങനെ പരീക്ഷിച്ച് അതിൽ വിജയം വരിക്കുമ്പോഴാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണക്കുള്ള ഒന്നാമത്തെ യോഗ്യതയായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നത്, അവൻ പാപങ്ങളിൽ നിന്നിട്ട് മുക്തരാകണം. പാപമുക്തരാകണം. അതാണ് നോമ്പിനെ പറ്റി പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്നത്. നോമ്പിലൂടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. രാത്രിയിൽ
പകലന്തിയോളം നോമ്പുനേറ്റ് സുദീർഘമായ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് രാത്രിയിലുള്ള ആ നിസ്കാരം നിർവഹിക്കൽ അങ്ങളെപ്പറ്റിയും റസൂലുള്ളാഹി ചൊന്നത് അതേ പളക്കമാണ്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഉണ്ടായിട്ടിക്കറ്. പക്ഷെ അത് എന്ത് വേണം? അവിടെ 2 കണ്ടീഷൻ അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലും. ഈമാനും വഹ്തിസാബ, ഈമാനുണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം അവൻ ആഗ്രഹിക്കണം. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു തആല ചൊല്ലുറ്, പാപപങ്കീലമായ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവനക്ക് സ്വർഗമില്ല, അവൻ നരകമായിരിക്കും. സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല ചൊല്ലുറ്, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമാ, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ആരാകട്ടെ തൻ്റെ റബ്ബിനെ മുജ്രിമായി കണ്ടുമുട്ടുകയാണെങ്കിൽ, നോക്കണം, മുജ്രിമുൻ ചെന്നെങ്കിൽ ക്രിമിനലായി, കുറ്റവാളിയായി, പാപിയായി, അപരാധിയായി റബ്ബിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫൈന്ന ലഹു ജഹന്നം, അവർക്ക് ജഹന്നമിലേക്ക് പോകേണ്ടി വരും. എങ്ങനെയുള്ള ജഹന്നമായിട്ടിക്കർ? ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അതിലവൻ മരിക്കണകുമില്ല, ഹയാത്താവണകുമില്ല, സായലുമില്ല, ജീവിക്കലുമില്ലാണ്ട്. ഒന്ന് സത്തുപോയിനെങ്കിൽ, ചത്ത് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് നരകത്തിലുള്ളവർ വിചാരിക്കും. പക്ഷേ ഇല്ല, മരിക്കലില്ല അവണകു. പിന്നെയും അവനക്ക് ജീവൻ നൽകി അവൻ അല്ലാഹു ശിക്ഷിക്കും. ഇനി എന്തെങ്കിലും ഒരു ജീവിതം, സുഖകരമായ ഒരു ജീവിതമുണ്ടോ? അതും അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. റബ്ബേ, ആ നരകത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു പോയാൽ ഫഖദ് അഖ്സൈത, അവൻ്റെ കഥ കഴിഞ്ഞു പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണ് നരകോട്ട് ചൊല്ലുന്നത്. അപ്പം ആ നരകത്തിലേക്ക് എത്തുന്നത് ആരായിട്ടിക്കറ്? പാപപങ്കീലമായ മനസ്സുമായി അള്ളാഹിനെ കണ്ടുമുട്ടുന്നവനായിട്ടിക്കറ്. അതിനപ്പുറമേ അല്ലാഹു തആല ചൊല്ലുറു, വമൻ യഅതിഹി മുഅ്മിനാ ഖദ് അമിലസ്സാലിഹാത്തി ഫഉലൈക ലഹുമുദ്ദറജാത്തുൽ ഉലാ. മുഅ്മിനായ നിലക്ക് സൽകർമ്മങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, പാപങ്ങളെല്ലാം തന്നെ പൊറുക്കപ്പെട്ടും കൊണ്ട് മുഅ്മിനായ നിലക്ക് കണ്ടുമുട്ടുകയാണെങ്കിൽ ഫൗലൈക ലഹുമുദ്ദറജാത്തുൽ ഉലാ, അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ. അപ്പം അതുകൊള്ള ട്രെയിനിങ്ങാണ്, തറബേത്തിയാണ് ഈ റമദാൻ മാസത്തിലൂടെ കിട്ടുന്നത്. അതേ, മനസ്സിനുള്ള തർബിയത്താണ് പ്രധാനമായും. കളങ്കരഹിതമായ, നിഷ്കപടമായിട്ടിക്കരെ, നിസ്വാർത്ഥമായതായിട്ടിക്കരെ, പ്രാമാണികമായതായിരിക്കരെ മനസ്സുമായിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടണം. അതുകൊള്ള മനസ്സുകൊള്ള ട്രെയിനിങ്ങാണ് റമദാനിലൂടെ. അതുമാത്രമയ്യോ, മനസ്സ് മാത്രം കളങ്കമായാൽ മതിയാവില്ല. സ്വർഗം ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹും അവൻ്റെ ദാസനുമായുള്ള ആ ബന്ധം, ഈമാനികമായ ആ ബന്ധത്തെ ഒരു വ്യവഹാരത്തോട് തുലനം ചെയ്യരുത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, എന്തിരെ? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന, തീർച്ചയായും അല്ലാഹു തആല സത്യവിശ്വാസികളിൽ നിന്നിട്ട് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തിനെ വിലക്ക് വാങ്ങി? അൻഫുസഹും, അവരുടെ ശരീരത്തെ, പിന്നെയോ വഅംവാലഹും, അവരുടെ സമ്പത്തുകളെയും. ശരീരവും സമ്പത്തും രണ്ടും അല്ലാഹു തആല വിലക്ക് വാങ്ങി. അവിടെ ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഈ ഇഷ്തറാണ്ട് ചെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് വാങ്ങി, ഖരീദാക്കിയിട്ട്, ലേവാദേവി, ഖരീദ് ഫർ വഖ്ത് അല്ലേ? സാധാരണ വ്യവഹാരത്തിലാണതുള്ളത്. ആ വാക്കാണ് ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായിരിക്കുന്ന ശരീരം, അള്ളാഹ് നമുക്ക് തന്നതായിരിക്കുന്ന സമ്പത്തിനെ അല്ലാഹു തആല ചൊല്ലുന്നത്, അത് നക്ക് നിങ്ങൾ വിലക്ക് തരൂ. എന്താണത് കൊള്ള വില? എന്തിരെ? വില ആരാണ് തണ്ടത്? അള്ളാഹുവാണ്. നോക്കണം,
ബല തണ്ടത് അല്ലാഹുവാണ്. എന്താണ് ആ ബല? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. ഇതാണ് അല്ലാഹു തന്റെ ബല. നമ്മുടെ ശരീരത്തുക്കും സമ്പത്തുക്കും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം കൊടുത്താൽ, അള്ളാഹു താലാക്ക് നാം അതിനെ വിറ്റാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖരീദാക്കറ്. അതൊക്കെ അള്ളാഹു താല തൻ്റെ ബല എന്തിനായിട്ടിക്കറ്? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗമായിട്ടിക്കറ്. എന്നിട്ട് അള്ളാഹു താല ചൊല്ലരുത് വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. ഈ കാര്യമുണ്ടല്ലേ, ഇത് ഞാൻ തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും അത് തൻ്റെ മേലുള്ളതായിട്ടിക്കര ഒരു ബാധ്യതയായിട്ട്, ഒരു ഹൊണയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രഖ്യാപിച്ചിരുണ്ട്. ചെന്നെങ്കിൽ വഅദൻ അലൈഹി ഹഖ്ഖാൻ അല്ലാഹു തആല ചൊല്ലരുത്. ഇത് സത്യസന്ധമായതായിട്ടിക്കര ഒരു വാഗ്ദാനമായിട്ടിക്കറ, ബലിഷ്ഠമായതായിട്ടിക്കര ഒരു കരാറായിട്ടിക്കറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നു. അപ്പം നിങ്ങളെ മനസ്സും സമ്പത്തും അല്ലാഹു തആലാക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ടായിട്ടിക്കര റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു ഹദീസുകളിൽ കാണാം. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, അല്ലാഹുവിൻ്റെ റസൂൽ മനുഷ്യരിൽ ഏറ്റവും ഉദാരനായിരുന്നു, ഔദാര്യവാനായിരുന്നു. വകാന അജ്വദ് ഫീമാ യകൂനു റമളാൻ, റമദാൻ മാസത്തിലാകുമ്പോൾ പിന്നെയും ഉദാരത, ഔദാര്യം, ചെമ്മെ ചെമ്മെ ചെമ്മെ, കയ്യും കണക്കുമില്ല. അതിനെ ഉപമിച്ചിട്ടുള്ളത് മിനർ റീഹിൽ മുർസല, എന്തിന്? ആഞ്ഞടിച്ച് വീശിരെ കാറ്റ് വേഗതാണ്ട് മന്ദമാരുതൻ. നോക്കണം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ദാനം, ആ ദാനധർമ്മത്തെ ഹദീസിൽ വിവരിച്ചത് ഇങ്ങനെയാണ്. റമദാൻ മാസത്തിലാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആഞ്ഞടിച്ച് വീശിരെ കാറ്റ് വേഗത്തിലായിരുന്നു, മന്ദമാരുതനെ പോലെ. അതിനേക്കാളും വേഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഉദാരനായിരുന്നു ഈ മാസത്തിൽ, ഈ റമദാൻ മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് അല്ലാഹുവിന് നാം നൽകണം. ഇത് ഓരോ സത്യവിശ്വാസിയുടെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി പറഞ്ഞിടത്തെല്ലാം ഈ കാര്യം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ദാനധർമ്മം കൊണ്ട് ചൊല്ലുന്നത് അത് മുഅ്മിനീങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ടാണ് ഖുർആൻ അതിനെ വിവരിച്ചിട്ടുള്ളത്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് അതായിട്ടിക്കറ്. എന്തിരെ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. അല്ലാഹുവിൻ്റെ കിതാബിനെ പഠിച്ച് പാരായണം ചെയ്ത് അത് പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളതായിരിക്കുന്ന ആളുമാർ, വഖാമുസ്സലാത്ത 5 നേരത്തെ നിസ്കാരം കൃത്യമായി സംസ്ഥാപിക്കുന്ന ആളുമാർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, അവർക്ക് നാം നൽകിയ സമ്പത്തുകളെ ഖർച്ചാക്കരുതായിട്ടിരിക്കുന്ന ആളുമാർ. എങ്ങനെ? സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, രഹസ്യമായും ബഹിരംഗമായ നിലക്കും അത് ഖർച്ചാക്കരുതായിട്ടിരിക്കുന്ന ആളുമാർ. യർജൂന തിജാറത്തൻ ലൻ തബൂർ, അങ്ങോ പ്രതീക്ഷിക്കുന്നത്, അങ്ങ് നിരീക്ഷിക്കുന്നത് ലാഭകരമായ കച്ചവടമായിട്ടിക്കറ്, നഷ്ടമല്ല. നോക്കണം, ഒരു ഇടപാടുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അവരുടെ ഈമാനെല്ലാം ബന്ധിപ്പിക്കരുത് എന്ന് നാം ഇവിടെ എല്ലാം മനസ്സിലാക്കണം. അങ്ങളെ കച്ചവടം എന്നാണ് അല്ലാഹു തആല ചൊന്നത്. അങ്ങളെ ഈ ഏർപ്പാട് അത് ലാഭകരമായിട്ടിക്കറ്, നഷ്ടമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നു. അപ്പം അങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നാം ദാനധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ദുന്യവിയായ നിലക്കുമുണ്ടാകും, അതേപോലെ തന്നെ ഉഖ്റവിയായ നിലക്കും നമുക്കതിൻ്റെ ഗുണമുണ്ട്. ലൗകികമായും പാരത്രികമായും നമുക്കതിലൊരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്നിട്ട് അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകുന്നുണ്ട് ദാനധർമ്മത്തിലൂടെ. പിടിയത്തില്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ അപകടങ്ങളിൽ നിന്നിട്ട്,
എത്രയോ ലക്ഷങ്ങൾ വേണ്ട കോടികൾ ചെലവാക്കുന്ന ബലാ മുസീബത്തുകളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ തലനാരിഴക്ക് വ്യത്യാസത്തിൽ നാം രക്ഷപ്പെടുന്നുണ്ടാകും. അതിൻ്റെ കാരണം മറ്റു പലരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകും. അതിൻ്റെ കാരണം ചിലപ്പോൾ നാം ചെയ്യൽ ഈ ദാനധർമ്മമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാനധർമ്മത്തിലൂടെ നമുക്ക് ദുന്യവിയായ പരീക്ഷണങ്ങളിൽ നിന്ന് ഉഖ്റവിയായ പരീക്ഷണങ്ങളിൽ നിന്നിട്ട് മോചനവും കാവലും അല്ലാഹു തആല നൽകരുത്. പക്ഷെ ദുന്യവിയായ പരീക്ഷണങ്ങളെക്കാളും വലിയ പരീക്ഷണമാണല്ലോ നാളെ പരലോകത്ത് ആഖിറത്തിലുണ്ടാകുന്ന ആ പരീക്ഷണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനമായത്. അത് നമ്മുടെ സദഖയിലൂടെ ദാനധർമ്മത്തിലൂടെ അത് സാധ്യമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിറ്. ഒരു ഉമ്മ സ്വർഗത്തിലേക്ക് കടക്കുന്നതിനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തുക്ക് ചെന്നു കൊടുത്തത് ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീളായിരുന്നു എന്നാണ്. അതാണ് ആ ഉമ്മാരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണക്ക് കാരണമായിട്ടുള്ളത്. ചെന്നെങ്കിൽ തൻ്റെ കൂടെ മക്കളുണ്ട്, ചെറിയ പിഞ്ചു മക്കൾ, ആറ്റുനോറ്റ് പ്രസവിച്ച് അവൾ വളർത്തിയെടുത്ത ആ മക്കൾ വളരെ പട്ടിണിയിലാണ്. എവിടെയോ പോയി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി 3 ഈത്തപ്പഴം കിട്ടിയത്. അങ്ങനെ ഓരോ മക്കൾക്ക് കൊടുക്കും ഓരോ ഈത്തപ്പഴം. പിന്നെ ഒരു ഈത്തപ്പഴം ഈ ഉമ്മ ആ പട്ടിണിയോട് കൊടുത്ത് എല്ലെങ്കിലും ആ പട്ടിണി മാറ്റാന്ന് പറഞ്ഞിട്ട് ബൈരമുട്ട ഇങ്ങനെ തിന്നണക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ 2 ചെറിയ മക്കളും അങ്ങനെ ഈത്തപ്പഴം തിന്നിട്ട് ഉമ്മാൻ്റെ നേരെ കൈ നീട്ടറ്. ഉമ്മാൻ്റെ ആ ഈത്തപ്പഴവും താണ്ട് ചൊന്ത് നോക്കണം അല്ലേ? ആ ഉമ്മാക്ക് ആ മക്കളോടുള്ള കാരുണ്യം. റഹ്മാനും റഹീമുമായ പരമകാരുണികനായ കരുണാനിധിയായ അല്ലാഹു അതിനെ മാത്രം കണക്കിലെടുത്തിട്ട് ആ ഉമ്മാക്ക് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാക്കി റസൂലുള്ളാഹി ചൊല്ലുന്നു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന. ആ ഈത്തപ്പഴത്തിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാക്കി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് സദഖാട്ട് ചൊല്ലുന്നത്. നാം നൽകുന്ന ഒരു സദഖ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ എത്രയോ ഇരട്ടിയായിട്ട് അല്ലാഹു തആല അതിന് പ്രതിഫലം തണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല അതിനെ ഉപമിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവാക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ഒരു സദഖയാണെങ്കിൽ നോക്കൂ, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ അത് എങ്ങനെയാണിട്ട് അല്ലാഹു തന്നെ നമുക്ക് ചൊന്നു തണ്ട്. അത് നിങ്ങൾ ഒരു ധാന്യം പോലെയായിട്ടിക്കറ്. ഒരു ധാന്യം നിങ്ങൾ വിത്തിടാറ്, അങ്ങനെ അത് മുളച്ച് പണ്ട് ആ മുളച്ച് വരുമ്പോൾ അതിക്ക് 7 കൊലയുണ്ടാകും. 7 കൊല, 7 തെന, ഓരോ കൊലയിലും 100 ധാന്യം. അപ്പോൾ 7 × 100 700 ആയിട്ട് അല്ലാഹു തആല ചൊല്ലുറു. അത് 700 പ്രതിഫലമാണ്, ഒന്നല്ല 700 പ്രതിഫലമാണ്. ചിലപ്പോൾ ആ സദഖ കൊടുക്കരെ സാഹചര്യവും സന്ദർഭവും അവൻ്റെ മനസ്സിലെ നിഷ്കളങ്കതയുമെല്ലാം നോക്കിയിട്ട് എത്രയോ ഇരട്ടിയായി അല്ലാഹു തആല നൽകും. എൻ്റെ പ്രിയമുള്ളവർ, ഇത്തരെല്ലാം കാര്യങ്ങൾ ഞാൻ ചൊല്ലരുത്. സദഖായുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഈ മാസത്തിൽ നമുക്കുണ്ടാകണം. ഇവിടെ നമുക്ക് മദ്രസയുണ്ട്, കുറേ മക്കൾ ഇവിടെ പഠിക്കരുത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം പഠിക്കരുത്. അങ്ങക്ക് പക്കം മതിയാവുന്നില്ല. ഇതിൻ്റെ മേലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹലായ ഫضل കൊണ്ട് നിങ്ങളെപ്പോലത്തെ സുമനസ്സുകളായിട്ടിക്കര ഉദാരമതികളായ ദാനികളായ ആളുമാരുടെ പിന്തുണ കൊണ്ടും സപ്പോർട്ട് കൊണ്ടും അങ്ങനെ അതിലെ കോൺക്രീറ്റ് പണി എല്ലാം പൂർത്തിയായി അതിലെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടുണ്ട്. ഇപ്പോൾ പണി സ്റ്റോപ്പാണ്, നിപ്പാട്ടിയിട്ടുണ്ട്, കാശ് മയ്യാവുന്നില്ല. ഇത് റമദാൻ 20ാമത്തെ ജുമഅയാണ്. നക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ആക്കൊണ്ടുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഫിനാൻഷ്യലായിട്ട് നല്ല സൗണ്ടായിട്ടിക്കര നല്ല സാമ്പത്തികമായ കഴിവുള്ള ആളുമാർക്ക് ഈ കൂട്ടത്തിലുള്ളാറ്, പ്രത്യേകിച്ചും അവരോടും എല്ലാവരോടും. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളത് സ്പോൺസർ ചെയ്താൽ മയ്യാവും. ഈ വെള്ളിയാഴ്ച ദിവസം, റമദാനിൻ്റെ 1ാമത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മദ്രസയുടെ പണി ഒന്ന് പൂർത്തിയാവണം. അത് ഇന്ന് തന്നെ നിങ്ങൾ അതിക്ക് വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം, സംഭാവന ഉണ്ടാകണം. കാരണം പരിശുദ്ധ ഖുർആനിൽ പഴക്കമുണ്ട്. അല്ലാഹു തആല ചൊല്ലുന്നത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും യൻഫദ്, നിങ്ങളെ കയ്യിലുണ്ടായത് അത് ഖർച്ചായിട്ട് പോകും. അല്ലാഹു ചൊല്ലുന്നതാണ്. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. സൂറത്തുൻ നഹ്ലിലെ ആയത്താണിത്.
നിങ്ങളെ കയ്യിലുണ്ടായാൽ അത് ഖർച്ചായിട്ട് പോകും. ഒമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിലേക്ക് അത് നിങ്ങൾ കൊടുത്താൽ അത് എന്നും അവിടെ ഉണ്ടാകും. ഇരട്ടിയായി നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അത് വലിയ ഒരു പഹാടായി, പർവ്വതമായി അത് മാറും, അത്ര വലിയ അമലായിട്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരോട് ആ പണി ഞങ്ങൾ പൂർത്തിയാക്കാം, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. പ്രിയമുള്ളവർ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഖബറിലെ ജീവിതത്തിലേക്ക്, ബർസഖിയായ ലോകത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം ഒഴുകിയിട്ട് വരും. കാരണം അള്ളാഹുവിൻ്റെ മാർഗം, പള്ളി, മദ്രസകൾ, ഇതൊക്കെ നാം ചെലവ് ചെയ്യുമ്പോൾ അത് അള്ളാഹു തആല ചൊല്ലും, അതിന് കടം തന്ന പോലെയുണ്ട് അതിൽ അള്ളാഹു കാണരുത്. അതിന് എത്രയോ ഇരട്ടിയായിട്ട് അതിൻ്റെ പ്രതിഫലം തരും. അങ്ങനെ നിങ്ങൾ ആ മദ്രസയുടെ പണി പൂർത്തിയാക്കണക്കൂ, നിങ്ങൾ സംഭാവന ചെയ്താൽ, അതൊക്കെ നിങ്ങൾ സഹായിച്ചാൽ, അങ്ങനെ ഈ വർഷം തന്നെ, ഈ അക്കാഡമിക് ഇയറിൽ തന്നെ അവിടെ മക്കൾ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകണം. ഈ വർഷം തന്നെ അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിന് കീഴൊക്കെ കുറച്ച് സൗകര്യം, കുറച്ചൊക്കെ ഇക്കട്ടായതിലേക്ക് സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ പണിയേണ്ട ആവശ്യം വന്നത്. എത്രയോ മക്കൾ ഇങ്ങനെ അധികരിച്ചോടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയമുള്ളവരെ, ആ മക്കൾ പഠിക്കട്ടെ. അള്ളാഹുവിൻ്റെ കിതാബ്, പ്രവാചകൻ്റെ തിരുസുന്നത്ത്, അങ്ങനെ നല്ല ഉത്തമ സ്വഭാവങ്ങൾ, അങ്ങനെ നല്ല അച്ചടക്കമുള്ള, നല്ല ഡിസിപ്ലിനും ഒബീഡിയൻസുമുള്ള നല്ല കുട്ടികളായി അങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണകരമാകുന്ന, ഈ സമുദായത്തിന് ഗുണകരമാകുന്ന, ഈ റായത്തക്ക് അല്ല, ഈ സൊസൈറ്റിക്ക് തന്നെ, ഈ സമൂഹത്തേക്ക് തന്നെ ഗുണകരമായി മാറുന്ന മക്കളായാൽ, പ്രിയമുള്ളവരെ, അതിൻ്റെ കൂലി നമുക്കിങ്ങനെ പരലോകത്തും ഇങ്ങനെ ഒഴുകി വരും, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, മാ നഖസ മാലും മിൻ സദഖ. അത് ആയത്തിനെ വിശദീകരിച്ചിട്ടാണ് ചൊല്ലുന്നത്. ഏത്? നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുമ്പോൾ അത് നഷ്ടമില്ലാത്ത ലാഭകരമായ കച്ചവടമാണ്. ചിലപ്പോൾ ഞങ്ങളെ ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതെങ്ങനെ ലാഭകരമാവരുത്, സദഖ കൊടുക്കുമ്പോഴത്തോ നിൻ്റെ കയ്യിലുള്ള കാശ് തീർന്നു പോകരുതല്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അവരോടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നത്, എന്തിരെ? സലാസത്തു നുഖ്സിമ അലൈഹിന്ന, ഞാൻ ആണയിട്ട് ചൊല്ലുറേ. അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുറു, ഞാൻ ആണയിട്ട് ചൊല്ലുറേ. എന്തിരെ ആണയിട്ട് ചൊല്ലുറേ? മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ. സദഖ കൊടുക്കുന്നത് കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോവില്ലാണ്ട് ഞാൻ ആണയിട്ട് സത്യമായിട്ട് ചൊല്ലുറേ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പം സദഖ കൊടുക്കുന്നതിലൂടെ നമ്മളെ സമ്പത്ത്, നമ്മളെ കാശ് തീർന്നു പോകുമെന്ന ആ ചിന്ത, അത് നമ്മുടെ ഈമാനിൻ്റെ ദൗർബല്യമായിട്ടിക്കറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസത്തിൻ്റെ കുറവായിട്ടിക്കറ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അതിനെങ്ങനെ വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് ഉദാരമായ നിലക്ക് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം. അങ്ങനെ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചയും മദ്രസയുടെ ആ കൺസ്ട്രക്ഷന് വേണ്ടി ആയിട്ടിക്കറ്. അതിന് പുറമെ ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ ഇനി 1-2 തന്നെ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യം പൂർത്തീകരിക്കൊണ്ടു സാമ്പത്തികമായ കഴിവുള്ള എത്രയോ ആളുകളുണ്ടാകും. അവർ ഈ റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യരുതായിട്ടിക്കരെ ഈ ഒരു സദക്ക ചിലപ്പോൾ നാളെ പരലോകത്ത് നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണു, അതായിരിക്കാം കാരണമായി തീരുക എന്നുകൂടി നാം മനസ്സിലാക്കണം. ഞാൻ സന്തോഷവാർത്ത നൽകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ മാസം ധാരാളമായി ഇബാദത്തുകളിലൂടെ, അതേപോലെ തന്നെ സൽകർമ്മങ്ങളിലൂടെ, സൽകാര്യങ്ങളിലൂടെ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളിലൂടെ ഈ മാസത്തെ പൂർണ്ണമായ നിലക്ക് ധന്യമാക്കണോ, സ്വീകരിക്കണോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുവരെ നമ്മൾ നോറ്റ എല്ലാ നോമ്പുകളും അള്ളാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും റബ്ബ് പൊരുത്തപ്പെടുന്ന നിലക്ക് കബൂലാക്കുന്ന നിലക്ക് നോമ്പ് നിൽക്കുവാനും ഇബാദത്ത് ചെയ്യുവാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ
محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അനുഗ്രഹീതമായ പുണ്യമായ മാസത്തിൽ ഓരോരുത്തരും നിരന്തരമായ നിലക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ 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 മുട്ടയാകണകോ, കൂടുതൽ കൂടുതൽ സമീപസ്ഥരാകണക്ക് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയുള്ള അമലുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് പേർക്ക് ദ്വാരക്കണുകെല്ലാമുണ്ട്. ഇണ്ടത്തെ കലക്ഷൻ ഞാൻ നേരത്തെ അറിയിച്ചതുപോലെ മദ്രസയ്ക്ക് വേണ്ടിയായിട്ടിക്കറ്. അത് കുറേ കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചു, അത് ആവർത്തിക്കുന്നില്ല. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. നാളക്കല് ഞായറാഴ്ച ദിവസം ഇവിടെ ഒരു ഇൽമിര മജ്ലിസുണ്ട്, സൺഡേ ക്ലാസ്സുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം. പിന്നീട് ഖുർആൻ പഠിക്കണകോ, അത് പരീക്ഷ എഴുതണക്കുള്ള അവസരമുണ്ട്. അത് പഠിക്കണക്കുള്ള ബുക്ക് ലേൺ ദ ഖുർആൻ അതിവിടെ എത്തിയത്. അത് പഠിക്കണക്കോ വാങ്ങണക്കോ താല്പര്യമുള്ളവർ, പരീക്ഷ എഴുതണക്കോ താല്പര്യമുള്ളവർ ആ ബുക്ക് വാങ്ങണം, അത് പഠിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. അതേപോലെ തന്നെ ദ്വാരക്കണക്ക് വേണ്ടി കുറച്ച് ആളുകൾ ചെന്നൊരു വന്നു. നമ്മുടെ ഈ പള്ളിക്ക് ദാനമെല്ലാം നൽകിയ, സംഭാവന നൽകിയ ഒരു ദാനിയായിട്ടിക്കറ ഒരു മനുഷ്യൻ. അയാളുടെ 6 വർഷത്തെ ഒരു കിടാവ് വളരെ അത്യാസന്നമായ നിലയ്ക്ക് വെന്റിലേറ്ററിൽ കഴിയുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വെന്റിലേറ്ററിൽ കഴിയരെ ആ കുഞ്ഞിരെ രോഗം എന്താണെന്ന് അള്ളാഹുവാണ് നല്ല പോലെ പിടിയുള്ളവൻ. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ ആ കുഞ്ഞിക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞിരെ അബ്ബ ഉമ്മമാരുടെ മനസ്സുക്ക്, ഞങ്ങളെ കണ്ണുക്ക് തമ്പാകുന്ന നിലക്ക് ആ കുട്ടിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകി അള്ളാഹു തആല വളരെ പെട്ടെന്നുള്ള ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വേറെ ഒരാൾ നമ്മളെ പള്ളിക്കൊക്കെ നിസ്കരിക്കണമെങ്കിൽ വേണ്ടേ, ഈ പള്ളിയുമായി വളരെ അടുത്ത ബന്ധമുള്ളതായിരിക്കുന്ന ഒരാൾ അയാളെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ചൊന്തൂරු. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മായുടെ എല്ലാ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു തആല അവൻ്റെ താഴത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് നമ്മുടെ ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി, ഈ പള്ളിയുമായി നല്ല ബന്ധമുള്ള ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി, അയാൾക്കും ശാരീരികമായും മാനസികമായും വലിയ പ്രയാസമാണ് അയാൾ അനുഭവിക്കുന്നത്. അതേപോലെ അയാളെ പത്നി ഹോസ്പിറ്റലിൽ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓപ്പറേഷൻ സക്സസ് ആക്കിയിരുന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതേപോലെ തന്നെ അയാളുടെ ഉമ്മാക്കും വലിയ രോഗമാണ്. അങ്ങനെ ആ കുടുംബം തന്നെ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതെല്ലാം തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വലിയ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ചില പരീക്ഷകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും ഉമ്മായുടെയും രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി ശാശ്വതമായ സുഖം, ആഫിയത്ത് അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് ഇനിയും കുറേ കാലം ഖിദ്മത്ത് ചെയ്യണകോ, ആ ദീനനുസരിച്ച് ജീവിക്കണകോ അള്ളാഹു തആല നമുക്കും ആ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അള്ളാഹു തആല അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പല ഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത്. എത്രയോ മുസ്ലിമീങ്ങൾ ഒരു കാരണവുമില്ലാതെ ആവശ്യമില്ലാതെ ജയിലിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവും ഉണ്ടാവില്ല. ഭീകരവാദികൾ, ആതങ്കവാദികൾ. വാസ്തവത്തിൽ യഥാർത്ഥ ഭീകരവാദികൾ ആരാണ്? ഈ ഭരണകൂടമാണ്. ഈ ഭരണകൂടമാണ് ഇവിടെ ഭീകരത നടത്തുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് ഫേവറായി ശബ്ദിക്കുന്നു, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് തോന്നുന്ന അവരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ, അവരെ സൈലൻ്റാക്കാൻ, നിശബ്ദരാക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടം. അത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണകൂടങ്ങളുടെ തന്ത്രമാണ്. ആറ് മുസ്ലിമീങ്ങൾക്ക് ഫേവറായിട്ട് ശബ്ദിക്കാറ് അങ്ങനെ അടിച്ചമർത്തുക, പിന്നെ മറ്റുള്ളവരൊക്കെ എന്താകും, മിണ്ടാതിരുന്നോളും. അങ്ങനെ മുസ്ലിമീങ്ങൾ അടിമകളായി ദാസ്യവേല ചെയ്യുന്ന, ഫാസിസ്റ്റ് ശക്തികൾക്ക് ദാസ്യവേല ചെയ്യുന്ന വെള്ളം കോരികളും അതേപോലെ തന്നെ മൺവെട്ടികളുമായി മാറ്റിയെടുക്കാനുള്ള
ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കുതന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഏതോ റായത്തുള്ളവരല്ലേ, ഏതോ സ്റ്റേറ്റിലുള്ളവരല്ലേ, അല്ലെങ്കിൽ ഏതോ പാർട്ടിക്കാരല്ലേ എന്ന ചിന്ത വന്നു പോകുന്നു. തീരാ അവരൊക്കെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. നാളെ അവരെ ഇത്തരത്തിലുള്ള ശബ്ദിക്കുന്നവർ അറസ്റ്റ് ചെയ്താൽ പിന്നീട് മറ്റുള്ള സാധാരണ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ വളരെ കഷ്ടകരമായിരിക്കും. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസത്തിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായ നിലക്ക് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജയിലിൽ ബന്ധിക്കപ്പെട്ട് എത്രയോ ആളുമാരുള്ള റബ്ബു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ കരുണാകടാക്ഷം കൊണ്ട്, അവൻ്റെ കൃപാകടാക്ഷം കൊണ്ട് അള്ളാഹു തആല അവരെ ആ ജയിലിൽ നിന്ന്, ആ ബന്ധനങ്ങളിൽ നിന്ന് അള്ളാഹു താല അവർക്ക് മോചനം നൽകട്ടെ. എത്രയും പെട്ടെന്ന് അവർക്ക് അള്ളാഹു താല അതിൽ നിന്ന് വിടുകട നൽകുമാറാകട്ടെ, റിലീസ് ചെയ്യുമാറാകട്ടെ. റബ്ബു സുബ്ഹാനഹു വ തആല അവരുടെ ആ പിഞ്ചു മക്കളുകൾ, മഅ്സൂമായ മക്കളുകൾ, അവർക്ക് അവരുടെ പിതാവിനെ വളരെ നല്ല ആനന്ദത്തോടെ കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ മുസ്ലിമുകളെ ഈ നിലക്ക് പീഡിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഭരണവർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും അവരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.